ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയത്തെ ആമ്പൽപ്പാടം കാണാനാണ്. പക്ഷേ ഇത് മലരിക്കലല്ല. മലരിക്കൽ ഇപ്പോൾ പൂട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ പോകുന്നത് നമ്മൾ കൊല്ലാട് എന്ന സ്ഥലത്താണ്. വഴി ഇങ്ങനെയാണ്. കോട്ടയത്ത് നിന്ന് കൊല്ലാട് ബോട്ടിട്ടി കവലയിലെത്തുക, അവിടുന്ന് തിരിഞ്ഞ് കൊല്ലം കവലയിലെത്തുക, അവിടുന്ന് തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ യാത്ര ചെയ്യുക. അവിടെ ആരോട് ചോദിച്ചാലും ക്ഷേത്രത്തിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരും. ക്ഷേത്രത്തിന് തൊട്ട് പുറകിലായാണ് ഒരിറങ്ങി ചെല്ലുമ്പോൾ ആമ്പൽപ്പാടം. നമ്മളിപ്പോൾ ഈ കയറ്റം കയറുന്നത് മഹാദേവ തൃക്കോവിൽ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെയാണ്. ഈ കയറ്റം കയറി ചെല്ലുമ്പോഴേക്ക് ഇടതുവശത്തടുത്ത അമ്പലം, അമ്പലത്തിന് തൊട്ട് താഴെയായിട്ടാണ് ആമ്പൽപ്പാടം വരുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഈ കാണുന്നതാണ് തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം. മലരിക്കൽ പോലെ അധികം വള്ളങ്ങൾ ഇവിടെ ഇല്ല. അപ്പം നമ്മൾ കഴിവതും നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് വള്ളത്തിലുള്ള യാത്ര സാധ്യമാണ്. അല്ലെങ്കിൽ ആൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. ആമ്പലി വിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ച കാണണമെങ്കിൽ നമ്മളൊരു 5:30 മുതൽ രാവിലെ ഒരു 9 മണി വരെ സമയത്തിനുള്ളിൽ എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 9 മണി കഴിഞ്ഞാൽ ആമ്പൽ കൂമ്പിൽ തുറന്നു. പിന്നെ ആ ആമ്പൽ മുഴുവൻ വിരിഞ്ഞിരിക്കുന്ന മനോഹാരിതയിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ വഴി നേരെ താഴേക്ക് ഇറങ്ങിയാൽ എത്തിച്ചേരുന്നത് പാടത്തിൻ്റെ തൊട്ട് സൈഡിലാണ്. അവിടെ അനിൽ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. പുള്ളിയാണ് ഇവിടെ വള്ളത്തിലുള്ള പോകുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നത്. നമ്മളവിടെ എത്തുമ്പോഴേക്കും ഏതോ ഒരു സേവ് ദ ഡേറ്റുകാർ നമുക്ക് മുന്നേ ഇവിടെ എത്തിയിരുന്നു. ഇതാണ് കൊല്ലാട് എന്ന് പറഞ്ഞ പാടശേഖരം. ഒരു സൈഡിലായി മുഴുവൻ ആമ്പല് വിരിഞ്ഞിരിക്കുന്ന അതിമനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കുറെ ആമ്പല് പറിച്ചു വെച്ച് ഫോട്ടോഷൂട്ടിനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവസാനം നമ്മുടെ വള്ളം വന്ന് നമ്മൾ കയറുകയാണ്. മലരിക്കല് പോലെ ഇത് ആമ്പൽപ്പാടത്തിന്റെ ഉള്ളിലേക്കല്ല പോകുന്നത്. ഒരു സൈഡിൽ അവരൊരു വഴി തെളിച്ചിട്ടിട്ടുണ്ട്. ആ വഴി കൂടെ കൊണ്ടുപോയി തിരികെ വരും. ഒരാൾക്ക് 150 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ വള്ളത്തെ കയറിയ സമയത്ത് തന്നെ അവിടെ ആളുകൾ പയ്യെ ഓരോരുത്തരായി വരാൻ തുടങ്ങിയായിരുന്നു, ഫാമിലീസ് ഒക്കെ. അപ്പം നമ്മൾ പോയി വന്നിട്ട് വേണം അവർക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ വള്ളത്തിൽ കയറി പയ്യെ മുന്നോട്ട് നീങ്ങാൻ പോവുക. ഇവിടുന്ന് പുറകോട്ട് നോക്കി നമുക്ക് കാണാം, നമ്മൾ പോയി വന്നതിന് ശേഷം കയറാൻ നിൽക്കുന്ന ആളുകളാണ്. അപ്പം നമ്മളെ കൊണ്ട് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ ഇതാ പോവുകയാണ്. ഇത് ശരിക്കും ആമ്പൽപ്പാടമല്ല, ഇത് നെല്ല് കൃഷി ചെയ്യുന്ന പാടമാണ്. നെല്ല് കൃഷി കഴിയുമ്പോഴേക്കും പാടത്തിൽ വെള്ളം കയറ്റും. അന്നേരം പാടത്തെ ചെളിക്കടിയിലിരിക്കുന്ന ആമ്പലിൻ്റെ വിത്ത് പൊട്ടിമുളച്ച് ആകുന്നതാണിത്. അടുത്ത സീസണിൽ കൃഷി ആകുമ്പോൾ ഇവർ ഇത് മൊത്തം വാരി പറിച്ച് കളയും. അന്നേരം ആമ്പലിൻ്റെ വിത്ത് ചെളിയിലുണ്ടാവും. വീണ്ടും അടുത്ത വർഷം പൂക്കും. അങ്ങനെയാണ് ആമ്പൽപ്പാടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഏതാനും കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇത് വളരെയധികം വ്യാപകമായി കാണപ്പെടുന്നത്. പൂത്ത് തുടങ്ങിയാൽ ഒരു 2-2.5 മാസത്തേക്ക് ഇതുപോലെ തന്നെ ഉണ്ടാകും. അപ്പം രാവിലത്തെ ഒരു സമയം പോക്കിന് എത്താൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ പരിസര പ്രദേശങ്ങളായ പനച്ചിക്കാട്ട്, അമ്പാട്ടുകടവിലും ആമ്പൽ നേരത്തെ പൂത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഉള്ളത് ഇത്രയും വലിപ്പമുള്ള പൂവുകളല്ല. ഇത്രയും അപ്പോൾ ഒന്നിച്ച് വിരിഞ്ഞു നിൽക്കുന്ന ഭംഗിയിലും കാണാൻ സാധിക്കില്ല. ഇനി അടുത്ത മലരിക്കലാണ്. മലരിക്കലായി തുടങ്ങുന്നതേ ഉള്ളൂ, സീസണായി തുടങ്ങുന്നതേ ഉള്ളൂ. മലരിക്കലിൽ ഒരു വള്ളയാത്രയ്ക്ക് ഒരാൾക്ക് 100 രൂപയാണ് മേടിച്ചിരുന്നത്. ഇവിടെ ഒരാൾക്ക് 150 രൂപയാണ്. പക്ഷേ മലരിക്കൽ നമ്മളെ പാളത്തിൻ്റെ നടുവിലേക്കൊക്കെ നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകും. ഇവിടെ അങ്ങനെയില്ല. അവർ തെളിച്ചിട്ടിരിക്കുന്ന ഒരു വഴി കൂടെ പോയി തിരികെ വരും. അതിന് ഒരു കൂടി വന്നാൽ 5 അല്ലെങ്കിൽ 10 മിനിറ്റിന് സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അതിന് ഒരാൾക്ക് 150 രൂപ മേടിക്കുന്നത് എനിക്ക് നഷ്ടമായി. നമ്മൾ 2 പേരുണ്ടായിരുന്നു, 2 പേരും 300 രൂപ. 10 മിനിറ്റിന് 300 രൂപ എന്ന് പറയുന്നത് എനിക്കൊരു വളരെ നഷ്ടമായി തോന്നി. ഇതവിടെ സേവ് ദ ഡേറ്റിനായിട്ട് ഒരുക്കി വെച്ചിരുന്ന വള്ളമാണ്. അതിൽ ഭാര്യ കയറിയിരിക്കുകയാണ്. ഞങ്ങളും കുറച്ച് ഫോട്ടോ ആ വള്ളത്തിൽ നിന്ന് എടുത്ത് അവസാനം നേരെ തിരിച്ച് പോവുകയാണ്. ഇതാണ് അവിടെ നമുക്കെല്ലാം സഹായം ചെയ്തു തരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീട്. രാവിലത്തേക്കുള്ള ചൂട് ചായയും കാപ്പിയൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. അതുമാത്രമല്ല, അവരുടെ വീടിൻ്റെ വാതിൽക്ക് ഒരു ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്.
നമ്മൾ ആ സൈഡിൽ നിന്ന് കാഴ്ചകൾ കണ്ടപ്പോഴേക്കും ഇതിൻ്റെ അടുത്ത ആൾ സെറ്റ് ചെയ്ത ആളെ കൊണ്ട് പോയിട്ട് വള്ളം തിരികെ വരികയാണ്. മഴയുണ്ട്. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കോട്ടയത്ത് പനച്ചിക്കാട്ടുള്ള അമ്പാട്ട് കടവിലേക്കാണ്. അമ്പാട്ട് കടവിലും ആമ്പല് പൂത്ത് നിൽപ്പുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ചെന്നപ്പോഴേക്ക് അത്ര മനോഹരമായിട്ട് തോന്നിയില്ല. കാരണം ഇപ്പം ഇവിടെ കണ്ടതുപോലെ ഒന്നിച്ചൊരു കാഴ്ച കിട്ടുന്ന രീതിയിൽ അവിടെ ആമ്പല് വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞ പൂവുകളാണെങ്കിൽ വലിപ്പക്കുറവും നമുക്ക് തോന്നി. നമ്മൾ ചെന്നപ്പോഴേക്കും കടവിലൊന്നും ആളുകളില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ സമയത്ത് നല്ല ആളുകൾ ഉണ്ടാവേണ്ടതാണ്. ആ പൂ വിട്ടതിൻ്റെ ഒരു ഭംഗി അമ്പാട്ടടവിൽ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ബൈക്ക് ആ വഴി അങ്ങോട്ട് സഞ്ചരിച്ച് നമ്മൾ ദൃശ്യങ്ങൾ പകർത്തിന് ശേഷം തിരികെ പോവുകയാണ് ചെയ്തത്. ഇതാണിപ്പോൾ കാണുന്നതാണ് പനച്ചിക്കാട്ട് അമ്പാട്ട് കടവിലെ കാഴ്ച. അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെയും വള്ളങ്ങൾ അലങ്കരിച്ച് വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാണ്. പക്ഷേ സഞ്ചാരികൾ ആരും തന്നെ എത്തിയിട്ടില്ല. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്